ഹായ് ഹലോ ഞാൻ ആൻസ്ലി വെൽക്കം ബാക്ക് ടു ഇമയ ബോട്ടിക്. നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇന്നത്തെ കാറ്റലോഗിൽ നമ്മൾ കുറച്ചധികം കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന കോട്ടൺ ഫാബ്രിക്കിൽ കോളർ നെക്കിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഹാൻഡ് വർക്ക് കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട്. എലൈൻ മോഡൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 കളർ ഷെയ്ഡിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് റെഡി ടു വെയർ ഫുൾ സെറ്റ് ആണ്. നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ്. 3-piece സെറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഓണമൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിന് വിയർ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ദുപ്പട്ടയൊക്കെ ആയിട്ടാണ് നമ്മൾ പെയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഓണത്തിന് നമുക്ക് വിയർ ചെയ്യാനായാലും ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനായാലും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അഫോർഡബിൾ പ്രൈസിലുമാണ്. അപ്പൊ മിസ്സാകാതെ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പിൽ സ്ക്രീൻഷോട്ടും ഓപ്പൺ സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ്. നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ ഇന്നത്തെ കളക്ഷൻസ് പെട്ടെന്ന് തന്നെ കാണാം. ഫസ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു മാൻഡ്രിൻ കോളർ ഒക്കെ കൊടുത്തിട്ട് ഒരു വീനക്ക് വരുന്ന ഒരു പാറ്റേൺ ആട്ടോ. കോട്ടൺ ഫാബ്രിക്കിൽ മെറൂൺ ഷെയ്ഡിൽ സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും നമുക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ കുർത്തിയാണ്. നമുക്ക് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ഒരു മാൻഡ്രിൻ കോളർ ആണ് കൊടുത്തിട്ടുള്ളത്. സെന്ററിൽ ഒരു വി കട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ഈ ഒരു യോക്ക് പോർഷനിൽ സീക്വൻസ് വർക്കും ഗോൾഡൻ ത്രെഡ് വർക്കും കൊടുത്തിട്ടാണ് യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് കേട്ടോ. നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഗോൾഡൻ ത്രെഡിലും സ്വീക്വൻസിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ്. കോളർ നെക്കാണ്. ഒരുപാട് പേര് കോളർ നെക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. അപ്പൊ അവർക്കൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല ലെങ്ത്തിൽ തന്നെ കോട്ടൺ ലൈനിങ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് ലൈനിങ് വരുന്നത്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ട് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് കേട്ടോ. 560 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഫ്രീ ഷിപ്പിംഗിലാണ്. ഇപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. ഞാൻ വിയർ ചെയ്തേക്കുന്നത് മീഡിയം സൈസ് ആണ് കേട്ടോ. കുറെ പേര് ചോദിക്കാറുണ്ട് ഏതാണ് വിയർ ചെയ്തേക്കുന്നത്. ഞാനിപ്പോ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഞാൻ വിയർ ചെയ്തേക്കുന്നത് മീഡിയം സൈസ് ആണ്. കറക്റ്റ് ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യുക. അതല്ല എന്നെക്കാട്ടും സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ മീഡിയം മതിയാവും. സെക്കൻഡ് കളക്ഷൻ വരുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് കേട്ടോ. നല്ലൊരു വീനെക്ക് കൊടുത്തിട്ടുണ്ട്. വീനെക്കിന് ചുറ്റും ഒരു ഗോൾഡൻ കട്ട് ബീഡ്സ് കൊടുത്തിട്ട് നെക്ക് ലൈൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് സീക്വൻസ് വർക്കും ആന്റി കട്ട് ബീഡ്സും സെയിം കളറിലുള്ള കട്ട് ബീഡ്സും കൊടുത്തിട്ടാണ് ഈ യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഓപ്പൺ വ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഹാഫ് പോർഷനിൽ സ്കാറ്റേർഡ് ആയിട്ടാണ് വർക്ക് വരുന്നത്. വൺ സൈഡിലാണ് തിക്ക് ആയിട്ട് വരുന്ന കട്ട് ബീഡിന്റെ സീക്വൻസിന്റെ വർക്ക് വരുന്നത്. വീനെക്ക് കൊടുത്തിട്ടുണ്ട്. ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് കേട്ടോ. നല്ലൊരു വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വീനെക്കില് നല്ല അത്യാവശ്യം വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വീനെക്കില് ബോർഡർ ആയിട്ട് കട്ട് ബീഡിന്റെ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് സീക്വൻസ് വർക്കും ഈ ഒരു സെയിം പിങ്ക് ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സിന്റെ വർക്കുമാണ് യോക്ക് പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഫാബ്രിക് നമ്മൾ ചെയ്തിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സ്ലബ് കോട്ടൺ ഫാബ്രിക്കിലാണ് കേട്ടോ. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. യോക്ക് പോർഷൻ വരെ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്കി പോർഷനിൽ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. അത്രയും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഈ റയോൺ ഫാബ്രിക്കിന്റെ ഒക്കെ പോലെ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ഇനിയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. 47 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് സെയിം കളർ ഷെയ്ഡിൽ പിങ്ക് ഷെയ്ഡിൽ ഇങ്ങനെ വരും. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് ഈ ഒരു ഹാൻഡ് വർക്കിന്റെ പ്രൈസ് വരുന്നത് 680 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നമുക്ക് ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ്. ആ ഒരു ഷെയ്ഡ് കൂടി നമുക്ക് നോക്കാം. ഈ ഒരു പാറ്റേണിൽ കൊണ്ടുവന്നിട്ടുള്ള സെക്കൻഡ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ്. സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത്. വീനെക്കിൽ ബോർഡർ ആയിട്ട് കട്ട് ബീഡിന്റെ വർക്കും അതുപോലെ തന്നെ സെയിം കളറിലും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിന്റെ ഒരു ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വ്യൂ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള 2 കളർ ഷെയ്ഡാണ്. ഇതൊരു പിങ്ക് ഷെയ്ഡിലും ഇത് നല്ലൊരു ഡാർക്ക് ആയിട്ട് വരുന്ന നേവി ബ്ലൂ ഷെയ്ഡാണ്. അപ്പൊ ഡാർക്ക് ഷെയ്ഡ് ഉള്ളവർക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് വിയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ലുക്ക് വരുന്നത്. ലാസ്റ്റ് വിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് കൂടി തരാട്ടോ. അപ്പൊ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. അത്യാവശ്യം വൈഡ് ആയിട്ട് തന്നെ ഇറങ്ങിയിട്ടൊരു നെക്ക് കൊടുത്തിട്ടുണ്ട്. കുറെ പേര് പറയാറുണ്ട് നെക്ക് കുറച്ചും കൂടി ഇറക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം നെക്ക് വി നെക്കിൽ കുറച്ചും കൂടി ഇറക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെ ഗോൾഡൻ കട്ട് ബീഡ്സിന്റെയും സെയിം കളറിലുള്ള കട്ട് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഒരു 1 പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുമ്പോൾ സ്കാറ്റേർഡ് ആയിട്ട് സിമ്പിൾ ആയിട്ടും വരുന്നുണ്ട് കേട്ടോ. ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 47 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. യോക്ക് പോർഷൻ വരെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ലുക്ക് വരുന്നത് കേട്ടോ. നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ്. നമുക്ക് സെയിം കളറിലുള്ള ബോട്ടോ അല്ലെങ്കിൽ വൈറ്റ് ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നത് മീഡിയം സൈസ് ആണ്. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് 680 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്.
നെക്സ്റ്റ് കാറ്റലോഗിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെമൺ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു റെയർ ഷെയ്ഡാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ ഈ ഒരു ഷെയ്ഡ് കയ്യിൽ കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത ഷെയ്ഡ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. നല്ലൊരു എലൈൻ മോഡലിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു എലൈനിൽ കുറെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ നല്ല കളർ ഷെയ്ഡ് കിട്ടിയപ്പോൾ വേഗം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ റൗണ്ട് നെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിരുന്നു റൗണ്ട് നെക്കിൽ കുറച്ചും കൂടി ഇറക്കം ചെയ്യാനായിട്ട്. ഇത്തവണ നമ്മൾ ഈ ഒരു റൗണ്ട് നെക്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. 47 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത്തും കിട്ടുന്നുണ്ട്. നല്ല ലെങ്ത് തന്നെ ടോപ്പും ചെയ്തിട്ടുണ്ട്. എലൈൻ മോഡലാണ്. നല്ലൊരു കളർ ഷെയ്ഡും ആണ് കേട്ടോ. നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള റിവ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. നല്ലൊരു ഫ്ലെയറിലും ആണ്. എലൈനാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഫ്ലെയറിൽ തന്നെ ഈ ഒരു കുർത്തി ചെയ്തിട്ടുണ്ട്. പേൾ വർക്കും കട്ട് ബീഡിന്റെ വർക്ക്. കട്ട് ബീഡ് എന്ന് പറയുമ്പോൾ സിൽവർ കളറിലുള്ള കട്ട് ബീഡ്സ് ആണ് യോക്ക് പോർഷനിൽ വരുന്നത്. അപ്പോൾ മെഷീൻ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ഈ ഒരു യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാട്ടോ. നല്ലൊരു വൈറ്റ് പേൾസ് കൊടുത്തിട്ടാണ് താഴേക്ക് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഒപ്പം നമ്മൾ സിൽവർ കളറിലുള്ള കട്ട് ബീഡ്സ്, നമ്മൾ എപ്പോഴും ഗോൾഡൻ കളറാണ് ചെയ്യാറ്. ഇത്തവണ നമ്മൾ സിൽവർ കളറിലുള്ള കട്ട് ബീഡ്സ് കൊടുത്തിട്ടാണ് ഈ ഒരു യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഒപ്പം ത്രെഡ് വർക്കും വരുന്നുണ്ട്. മൾട്ടി കളർ ആയിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. മെഷീൻ എംബ്രോയിഡറി വർക്കാണ്. സീക്വൻസ് വർക്ക് കൊടുത്തിട്ട് ഈ ഒരു നെക്ക് പോർഷന്റെ ബോർഡറും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇല്ലാത്ത കളർ ഷെയ്ഡ് ഒക്കെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 699 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നല്ലൊരു അഫോർഡബിൾ പ്രൈസിലുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രീ ഷിപ്പിംഗിലുമാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. നമുക്ക് ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ്. ഈ ഒരു പാറ്റേണിൽ വരുന്ന നെക്സ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മെറൂൺ ഷെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കളർ ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡിൽ വൈറ്റ് പേൾസും ഈ ഒരു സിൽവർ കളറിലുള്ള കട്ട് ബീഡ്സും വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. ത്രെഡ് വർക്കും വരുന്നുണ്ട്. മെഷീൻ എംബ്രോയിഡറി വർക്കാണ് ഈ ഒരു യോക്ക് പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സീക്വൻസ് വർക്ക് കൊടുത്തിട്ട് ഈ ഒരു നെക്ക് പോർഷനും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള രണ്ട് കളർ ഷെയ്ഡ് നമ്മൾ ലൈറ്റ് ചാർട്ടിലും അതുപോലെ തന്നെ ഡാർക്ക് ചാർട്ടിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ലൈറ്റ് ഷെയ്ഡൊക്കെ ഇഷ്ടമുള്ളവരും ഇല്ലാത്ത കളർ ഷെയ്ഡൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഇതൊരു ലൈറ്റ് മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. 47 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. കോട്ടണിൽ ചെറിയൊരു റയോൺ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ്. 47 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ബാക്ക് പോർഷനും പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വെയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ. നല്ലൊരു എലൈൻ മോഡലാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 699 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഇന്നത്തെ കാറ്റലോഗിൽ വരുന്ന ലാസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റ് ആണ് കേട്ടോ. അതും അഫോർഡബിൾ പ്രൈസിൽ വരുന്ന നല്ലൊരു കളക്ഷൻ ആണ്. 3 കളർ ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ. കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ഷെയ്ഡിലുള്ളത് നമുക്ക് ഓണത്തിനൊക്കെ ഗ്രീൻ ഷെയ്ഡ് എന്ന് പറയുന്നത് ട്രെൻഡിങ് ആയിട്ട് അത്യാവശ്യം പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീനിന്റെ തന്നെ 2 കളർ ഷെയ്ഡിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഡാർക്ക് ബോട്ടിൽ ഗ്രീനും അതുപോലെ തന്നെ മെഹന്തി ഗ്രീൻ ഷെയ്ഡിലും നമ്മൾ ഇന്ന് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കിൽ സെന്ററിൽ ഒരു വി കട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതും അത്യാവശ്യം ഇറങ്ങിയിട്ട് തന്നെയാണ്. അത്യാവശ്യം വൈഡ് ആയിട്ട് നമ്മൾ നെക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ എല്ലാ കളക്ഷനും നമ്മൾ നെക്ക് അത്യാവശ്യം ഇറങ്ങിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് നമ്മളൊരു മെഷീൻ എംബ്രോയിഡറി വർക്കിൽ ഡിഫറെന്റ് കളേഴ്സിലുള്ള ത്രെഡും ചെറിയൊരു സീക്വൻസിങ്ങും കൊടുത്തിട്ടാണ് യോക്ക് പോർഷൻ ബോക്സ് ടൈപ്പ് പാറ്റേണിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. നല്ലൊരു ലെങ്ത്തിലും വിഡ്ത്തിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടാണ് ഈ ഒരു ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ഒരു ടോപ്പിന് മാത്രമല്ല ഏതെങ്കിലും ഒരു ടോപ്പിന് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അത്രയും ലെങ്ത്തിലും വിഡ്ത്തിലും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഒരു ബോക്സ് ടൈപ്പ് പാറ്റേണിൽ ത്രെഡ് വർക്കാണ്. ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വർക്കാണ് ബോക്സ് ടൈപ്പ് പാറ്റേണിൽ കൊടുത്തിട്ടുള്ളത്. ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. സീക്വൻസ് വർക്കും കൊടുത്തിട്ട് ഈ ഒരു യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബോർഡർ ആയിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു യോക്ക് പോർഷൻ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത്. നല്ല നീറ്റ് ആയിട്ട് ഫിനിഷ് ആയിട്ടും ഡബിൾ ടോണിൽ വരുന്ന ത്രെഡ് വർക്കാണ് ഈ ഒരു ഫ്ലവർ പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ ഫാബ്രിക് വരുന്നത് വിചിത്ര സിൽക്ക് ആണ്. സോഫ്റ്റ് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. 47 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല ലെങ്ത്തിൽ തന്നെ ബട്ടർ ക്രേപ്പ് ആണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. ലെങ്ത്തിൽ ലൈനിങ് വരുന്നുണ്ട്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ വരും. ബോട്ടം വന്നിട്ടുള്ളത് സാൻഡൂൺ ഫാബ്രിക്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സാൻഡൂൺ ഫാബ്രിക്കിൽ ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. 40 ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. കറക്റ്റ് 40 ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത്. സിഗരറ്റ് പാന്റിന്റെ ഒക്കെ മോഡലിൽ ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടമാണ് സാൻഡൂൺ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന മോഡലിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ദുപ്പട്ട തന്നെയാണ് കേട്ടോ. ഈ ഒരു യോക്ക് വർക്കും ഈ ഒരു ദുപ്പട്ടയും വരുമ്പോൾ അത്രയും നല്ല പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് തന്നെ കിട്ടും. ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ളത്. നല്ലൊരു എംബ്രോയിഡറി വർക്ക് ഡിഫറെന്റ് കളേഴ്സിൽ തന്നെ ഈ ഒരു എംബ്രോയിഡറി വർക്ക് ത്രൂ ഔട്ട് ഈ ഒരു ദുപ്പട്ടയിൽ ചെയ്തിട്ടുണ്ട്. 2.5 മീറ്റർ ദുപ്പട്ടയുടെ ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത്.
നല്ലൊരു ത്രെഡ് വർക്കും ഒപ്പം ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ള ഒരു ലൈൻസും ത്രൂ ഔട്ട് ഈ ദുപ്പട്ടയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ കളേഴ്സിലും യോക്ക് പോർഷനിലെ എല്ലാ കളർ കോമ്പിനേഷനിലും വരുന്ന ത്രെഡ് വർക്കാണ് ഈ ഒരു ദുപ്പട്ടയിൽ ചെയ്തിട്ടുള്ളത്. ദുപ്പട്ട വരുന്നതും സെയിം ഫാബ്രിക്കിൽ തന്നെയാണ്. സോഫ്റ്റ് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ നല്ല ലെങ്ത്തിലും വിഡ്ത്തിലും 2.5 മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത്. നമുക്ക് ഈ ഒരു പാർട്ടി വെയർ സെറ്റിന്റെ കൂടെ മാത്രമല്ല കേട്ടോ, ഏതൊരു കുർത്തിയുടെ കൂടെയും നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അത്രയും നല്ലൊരു പാർട്ടി വെയർ സെറ്റ് തന്നെയാണ് ഈ ഒരു ദുപ്പട്ട തന്നെ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് 1090, 1090 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് മെറൂൺ ആട്ടോ, ഡാർക്ക് ആയിട്ട് വരുന്നത് മെറൂൺ ഷെയ്ഡ് ആണ്. ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. സെയിം ഫീച്ചർ തന്നെയാണ്. റൗണ്ട് നെക്ക് കൊടുത്തിട്ട് സെന്ററിൽ ഒരു വി കട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബോക്സ് ടൈപ്പ് പാറ്റേണിൽ മെഷീൻ എംബ്രോയിഡറി വർക്ക് ഡിഫറെന്റ് കളേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത്. ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. സെയിം വർക്ക് തന്നെയാണ്, സെയിം കളർ കോമ്പിനേഷനിൽ വരുന്ന വർക്ക് തന്നെയാണ് യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. സീക്വൻസ് വർക്കും കൊടുത്തിട്ട് ഈ ഒരു യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. 47 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബട്ടർ ക്രേപ്പ് ആണ് ലൈനിങ് വരുന്നത്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടും വരുന്നുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. ബോട്ടം വരുന്നതും സാൻഡൂൺ ഫാബ്രിക്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. 40 ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. ദുപ്പട്ട നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം ഫാബ്രിക്, സോഫ്റ്റ് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ നല്ല ലെങ്ത്തിലും വിഡ്ത്തിലുമാണ് ഈ ഒരു ദുപ്പട്ടയും. ലാസ്റ്റ് വിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്കും കൂടി തരാട്ടോ. ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. ഡിഫറെന്റ് കളേഴ്സിൽ, സെയിം നേരത്തെ കണ്ട പോലെ തന്നെ ഡിഫറെന്റ് കളേഴ്സിൽ ത്രെഡ് വർക്കും ഒപ്പം ലൈൻസും വരുന്നുണ്ട്. ത്രൂ ഔട്ട് ഈ ഒരു ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് വെയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത്. നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആണ്. സെയിം ഫീച്ചർ തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ഡീറ്റെയിലിംഗിലോട്ട് പോവാത്തത്. അപ്പൊ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. ഇതും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 1090, 1090 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഇന്നത്തെ പാർട്ടി വെയർ കളക്ഷനിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു മെഹന്തി ഗ്രീൻ ആട്ടോ. നല്ലൊരു കളർ ഷെയ്ഡാണ്. നമ്മൾ ഗ്രീനിന്റെ 2 കോമ്പിനേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇല്ലാത്ത കളർ ഷെയ്ഡ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഇതും സെയിം ഫീച്ചർ തന്നെയാണ്. റൗണ്ട് നെക്കിൽ വി കട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെഷീൻ എംബ്രോയിഡറി വർക്കാണ് യോക്ക് പോർഷനിൽ വരുന്നത്. നല്ലൊരു ലെങ്ത്തിലും വിഡ്ത്തിലുമാണ് ഈ ഒരു ദുപ്പട്ടയും വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കിൽ 40 ഇഞ്ചസ് ആണ്. ഇലാസ്റ്റിക് വേസ്റ്റോട് കൂടി വരുന്ന ബോട്ടം ആണ്. അപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് 1090, 1090 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ചിങ് കോസ്റ്റും ഈ ഇത്രയും നല്ലൊരു ദുപ്പട്ടയും ഈ ഒരു പ്രൈസിൽ കിട്ടാന്ന് പറഞ്ഞാൽ അഫോർഡബിൾ തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. ഇല്ലാത്ത കളർ ഷെയ്ഡ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ്. മാക്സിമം ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മളിവിടെ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് എല്ലാ പ്രൊഡക്റ്റും ഡിസ്പാച്ച് ചെയ്യുന്നത്. വിത്തിൻ 6 to 7 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവുന്നത് കേട്ടോ. 6 ഡേയ്സ് കഴിഞ്ഞിട്ടും ഐറ്റം റിസീവ് ആയില്ല എന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്യുക. നമ്മൾ ട്രാക്കിംഗ് ID എടുത്ത് തരുന്നതാണ്. അപ്പൊ 6 ഡേയ്സ് വരെ മാക്സിമം ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് DTDC അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ DTDC പ്രിഫർ ചെയ്യാം കേട്ടോ. DTDC വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് DTDC ഇവിടുന്ന് സെൻഡ് ചെയ്ത് തരുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ പ്രോഡക്റ്റ് റിസീവ് ചെയ്തതിനു ശേഷം പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക. എപ്പോഴും പറയുന്നതാണ്, എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ്. പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതൽ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം. വീഡിയോ ഓഫ് ചെയ്തതിനു ശേഷം വരുന്ന ഇഷ്യൂസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അപ്പൊ മാക്സിമം വീഡിയോ ഓഫ് ചെയ്തതിന് മുന്നേ തന്നെ ഇഷ്യൂ ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വീഡിയോ ഓഫ് ചെയ്യാം കേട്ടോ. സൈസ് റിലേറ്റഡ് ആയ ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല. എപ്പോഴും കറക്റ്റ് സൈസോ അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാം. നമുക്ക് പിന്നീട് ഓൾട്ടർ ചെയ്തിട്ടായാലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് സൈസ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടെങ്കിൽ തന്നെ താഴെ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. നമ്മളിവിടുന്ന് മെഷർമെന്റ് വേണമെങ്കിൽ അതും എടുത്ത് തരുന്നതാണ്. സ്ലിറ്റിന്റെ പോർഷനിലായാലും ചെസ്റ്റ് പോർഷനിലായാലും ഏത് മെഷർമെന്റ് ആണോ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് നമ്മൾ അത് എടുത്ത് തരുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സൈസും കൂടി നോക്കി കമ്പയർ ചെയ്തതിനു ശേഷം മാത്രം സൈസ് ഫിക്സ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. എങ്കിൽ മാത്രം നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ അപ്ഡേഷൻസ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പൊ നമുക്ക് ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.